സംസ്ഥാന സർക്കാരിന്റെ വിഷു ബമ്പർ കരുനാഗപ്പള്ളിയിൽ. ആനേടി സ്വദേശി പൊന്നപ്പനാണ് ഭാഗ്യവാൻ. മണപ്പള്ളിയിലെ അമ്മ ലോട്ടറി ഏജൻസിയിൽ നിന്നും എടുത്ത് അനിൽ എന്ന സബ് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. കേരള ലോട്ടറിയുടെ വിഷു ബമ്പർ 12 കോടി കരുനാഗപ്പള്ളി മണപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിന് ആനയടി വൈലി കോളനിയിൽ വിനോദ് ഭവനത്തിൽ പൊന്നനാണ് ആ ഭാഗ്യവാൻ. VV 135452 എന്ന നമ്പറിനാണ് ബമ്പർ സമ്മാനമടിച്ചത്. 76 വയസ്സുകാരനായ പൊന്നന്റെ ഭാര്യ രാധാമണിയമ്മയും മകൻ വിനോദ് കുമാറുമാണ് വീട്ടിലുള്ളത്. ഇരുവർക്കും ലോട്ടറി വിൽപ്പനയാണ് ജോലി. നമ്മള് ഏതാണ്ട് കുഴിച്ച് കാട്ടിയിട്ടിരിക്കുക. ഇനി അങ്ങേറ്റം എനിക്ക് ഒരു 1-2 വർഷം കൂടെ കാണും. അത്ര ഉള്ളു എൻ്റെ ആയുസ്. എനിക്കറിയാം, അറിയാം. ഇതമ്മ മണപ്പള്ളി. മോനെ ലോട്ടറി കച്ചവടം അല്ലയോ? ഞങ്ങൾ കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. അയാൾക്ക് വേറെ ഒരു വടിയൊന്നും ഇല്ലാതെ അവിടെ നിന്നപ്പോൾ അന്ന് ലോട്ടറി കച്ചവടം തുടങ്ങി. മണപ്പള്ളിയിലെ ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് എടുത്താണ് മകൻ വിനോദ് കുമാർ കച്ചവടം ചെയ്യുന്നത്. ഭാര്യ രാധാമണിയമ്മ ടിക്കറ്റുകൾ കൊണ്ടു നടന്ന് വിൽപ്പന ചെയ്യുന്നയാളായിരുന്നു. എന്നാൽ നടക്കാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ ആനയടി വഞ്ചിമുക്കിൽ തട്ടുകട ഇട്ടിരിക്കുകയാണ്. എന്നാൽ ഭാഗ്യദേവത കനിഞ്ഞത് ഈ വഴി ഒന്നുമല്ല. മകൻ വിനോദ് കുമാർ പളനിയിൽ ദർശനത്തിന് പോയ ദിവസം പൊന്നൻ മണപ്പള്ളിയിലെ ഏജൻസിയിൽ ചെന്നു. അവിടെ കടയ്ക്ക് മുന്നിൽ ചില്ലറ വിൽപ്പന നടത്തുന്ന അനിലിൽ നിന്നും ഒരു ടിക്കറ്റ് വാങ്ങി. അതിനാണ് ബമ്പർ അടിച്ചത്. സമ്മാന തുകകളുടെ നികുതി കഴിച്ചുള്ള തുക പൊന്നന് ലഭിക്കും. പണം ധൂർത്തടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാനാണ് പൊന്നന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തഴവ.